ഏതോ തീരങ്ങൾ തേടുന്നു ഞാനും നീയും ഇന്നേകാന്തം ഹേമന്തമായും നാമേതോ തൂമഞ്ഞിൽ നിലവായി ചായും നീയോ കേൾക്കുന്നേരം നെഞ്ചിൽ ഇന്നെൻ്റെ മൗനം സംഗീതം ഈറൻ കൺതുമ്പിൽ മിന്നാതെ ഞാൻ മാത്രം കാണും നിൻ സുസ്മേരം പാട്ടി എന്നിട്ട് 2 മീനും വെട്ടി വിഴുങ്ങി. 2 മീനുടെ അധികം 1 മീനെടുത്തിട്ട് തേണ്ടി. ചവിട്ടാകാനും തോന്നി. എന്നിട്ട് പറയണ്ട, നേരം പറയണം. അല്ലാതെ ഈ ഉറങ്ങുന്ന സമയത്തല്ലേ പറയേണ്ടത്. പിന്നെ നിന്റെ മീൻ നേരത്തെ കഴിഞ്ഞ് നമ്മോട് ചോദിച്ചതാ നീ കഴിച്ചോന്നും അമ്മ പറഞ്ഞു നീ കഴിച്ചോന്നും. അതന്നെ മാറിയാടോ കുറിക്കടക്ക് ഞാൻ നിന്റെ ചേച്ചി. അത് നീ കുറെ നാളെ മറക്കുന്നു. ഇനി ഇങ്ങനെ വല്ലോ എന്നോട് സംസാരിച്ചിട്ട് പെട്ടെന്ന് വിളിച്ചു പൊട്ടിക്ക് ഞാൻ പറഞ്ഞു തന്നോട്ടെ. പിന്നെ ഈ എങ്ങാനും പ്ലസ്റ്റിന് പൊട്ടിയ പൊന്നി മോനെ തേങ്ങി. നീ തേങ്ങി ഇരുന്നാ തേങ്ങി. ഞാൻ ജയിക്കുകയും ചെയ്യും പടി. അല്ലാണ്ട് പിന്നെ ജയിക്കാത്ത ഞാൻ ജയിക്കും. ഞാൻ ഇച്ചിരി ബാംഗ്ലൂരിൽ പോകും. അല്ലാതെ നിന്റെ പോലെ ഇരിക്കത്തില്ല. പടി പടി നീ ജയിച്ചു നിന്ന് കൊള്ളാം. നിന്റെ തോക്കാണെങ്കിൽ നീ പോയി. അതല്ല നിനക്ക് ബാംഗ്ലൂരിന്റെ പോയി പഠിക്കാം. നീ യൂസേപ്പ പോയി പഠിക്കുന്നവന്. നീ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞ അപ്പന്റെ കയ്യിൽ അമ്മേന്റെ കയ്യിൽ നീ കിട്ടത് ചീത്ത. ഓർക്കാൻ പോലും വലിയ സ്വർഗമാണ് ആ ചീത്ത കേൾക്കുന്നത്. ഇങ്ങനെ ഇമേജ് ചെയ്യുമ്പോഴേ. അല്ലെങ്കിൽ നീ എനിക്കിട്ട് പണി തരുന്ന വെച്ച കൂടുതൽ അതിനെ കൂടെ നിനക്ക് തിരിച്ച് ദൈവം തീർന്നപ്പാവുന്നു. പിന്നെ ദൈവത്തിനല്ലേ പണി. ഞാൻ ജയിക്കുകയും ചെയ്യും. ഞാൻ ബാംഗ്ലൂരിലോട്ട് പോവുകയും ചെയ്യും. അവിടെ പോയിട്ട് അടിച്ച് പൊളിക്കുകയും ചെയ്യും. നീ ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി പുളിക്ക് കൊടുത്തേണ്ടി. അമ്മ പുളിപ്പുങ്ങൾപ്പൊക്കെ നമുക്ക് നിശ്ചയാമ്പിക്ക് അറിയാമല്ലോ. റിസൾട്ട് ഒന്ന് വരട്ടെ. നമുക്ക് നോക്കാം. അമ്മ ഭൂമുഖത്തേക്കൊരു ബ്ലാക്ക് ഇവിടെ കുറെ എണ്ണുണ്ട്. എണീക്കത്തോലെ ഒന്നുമില്ല. ഞാനിവിടെ കിടന്ന് ഇഷ്ടപ്പെടണം. എവിടെ നടന്നടാവൻ ചോന്ന് വെച്ച് ഒന്നേക്കുന്നു. എന്റെ വായുകൊള്ളാൻ നീ കേക്കണ്ട. അവന്റെ കുടിയുടെ മുകളിൽ വിരട്ടിടാൻ എണീക്കത്തുള്ളൂ. വേണം കൊടുത്തു. ഇനി ഞാനൊന്നും പറയുന്നില്ല. എന്റെ അമ്മക്കുട്ടി നല്ല കലിപ്പിലാണല്ലോ. എന്തായിട്ട് നമ്മുടെ ശ്രേയ ചേച്ചി ഇതെല്ലാം പറഞ്ഞ. അല്ലെങ്കിൽ ആ ശ്രേയക്ക് ഇച്ചിരി കൂടുതലാ. അമ്മ മൈൻഡാക്കാൻ നിൽക്കണ്ടോ. നമ്മുടെ അമ്മയും മോനും തമ്മിൽ സ്നേഹം കണ്ടേ. അസൂയ പിന്നെ അസൂയപ്പെടാമ്പറ്റേക്കായിരുന്നു പോയടാ അമ്മ. സഹോ ഇവിടെ ഉണ്ടാവുന്ന ഇത്തൂന്നി അടുക്കള കാണുന്നു. അതേ ഇങ്ങോട്ട് പോണ്. എന്താണ് രാവിലെ തന്നെ ചർച്ച വിഷയം? വന്നല്ല വേദാ. നീ എവിടെയാണെന്ന് ആലോചിക്കുവായിരുന്നു. ഇനിയിപ്പോ എന്തായാലും 2 കൂടെ ഒരു പണി ഒപ്പിക്കല്ലേ. റിസൾട്ട് ഏതായാലും ഇങ്ങനെ നിങ്ങക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. റിസൾട്ട് 1, 2 കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ പൊട്ടും. ഏതായാലും ചിലപ്പോ നമ്മുടെ രവിയങ്ങളുടെ വീട്ടിലുണ്ടല്ലോ പുതിയതായിട്ട് താമസക്കാർ വന്നിട്ടുണ്ട്. അവരുടെ സ്ഥലം മേടിച്ചെന്നാ കേട്ടെ. നമുക്ക് പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അവര് വരുമ്പം വരുമ്പോഴത്തേക്ക് നമുക്ക് അവർക്ക് ഹെൽപ്പൊക്കെ വേണ്ടി വരുമല്ലോ, സാധനങ്ങളൊക്കെ എടുത്തേക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്യണം. അപ്പൊ നീ അവര് വരുവാണെങ്കിൽ ഇങ്ങനെ അറിയാത്തോടെ നിൽക്കാതെ പോയി സംസാരിക്കണം കേട്ടല്ലോ. അതൊക്കെ ഞങ്ങൾ അല്ലേടി ഞങ്ങളെ വിളിച്ചു. ഇനിയിപ്പം അവര് വന്നു കഴിയുമ്പോ നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്യും. നമ്മളെ പോയി പരിചയപ്പെടും അല്ലടി. വീട് കൊള്ളാലേ. ഇനി സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി അതിനുള്ളിൽ കയറ്റി വെക്കണ്ടേ. അതാണ് എന്റെ ടാസ്ക്. ഇനിയിപ്പോ എന്തായാലും എല്ലാം കയറ്റി വെക്കാം. എടാ ദേവ, നീ കൊണ്ടുപോയി വണ്ടി ആ സൈഡിലോട്ട് മാറ്റിയിടും. എന്നിട്ടൊന്ന് ഹെൽപ്പ് ആക്കാം. ഓക്കെ,
എന്നിട്ട് ഹെൽപ്പ് ആക്കാം. ഇതൊക്കെ ഞാൻ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എടി നബിജി, ഐ തിങ്ക് അമ്മ പറഞ്ഞ ആ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അപ്പുറത്ത് ഏതാണ്ട് ആൾക്കാർ വന്ന പോലെ. നമുക്കൊന്ന് ഇറങ്ങിപ്പോയാലോ? അമ്മ പറഞ്ഞോട്ട് അവരെ ഹെൽപ്പ് ചെയ്താലോ? ഇനിയിപ്പം അവരെങ്കിലും ഹെൽപ്പ് ചെയ്യാം. ഞാനില്ല, നീ പോയിച്ചോ. എനിക്ക് പണിയെടുക്കാനൊന്നൊരു മൂടില്ല. നീ എന്നെ കാണിച്ചോ. ശരി, എന്നാ നീ എന്തേലും കാണിച്ചിട്ട് പോ. ഞാൻ ഇവിടെ കിടന്നു പോകും കട്ടാക്കിട്ടു കൂടി മലപ്പെട്ടു. ഞാനിപ്പോ എനിക്ക് ഹെൽപ്പ് ആകാൻ കൂടി നിന്നെ ഇവിടെ വിളിച്ച് എന്നീ വീതിയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പോകാം. അതെനിക്ക് വയ്യാത്തോണ്ടാ. നീ ഒറ്റയ്ക്ക് പോയിട്ടോ. ഞാൻ നെക്സ്റ്റ് ടൈം നമുക്ക് അവരായിട്ട് പരിചയപ്പെടാം. ഞാനിവിടെ തന്നെ പരിഞ്ഞ് കയറി വരുമല്ലോ, അപ്പൊ നമുക്ക് പരിചയപ്പെടാം. പൊടിപ്പാട്ടി. ഹായ് ആൻറ്റി, ഹായ് ബദ്രിനാഥ്. ഞാൻ അപ്പുറത്ത് വീട്ടിയ എന്റെ അമ്മ പറഞ്ഞായിരുന്നു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരണമെന്ന്. ഐ തിങ്ക് നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്ന പുതിയ ആൾക്കാർ. അപ്പോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാ. ഹായ് ബദ്രി, ഞാൻ അശ്വതി. എന്തായാലും ബദ്രിന്റെ ഹെൽപ്പ് ഒന്നും വേണ്ട, സാറില്ല മോനെ. എന്തായാലും നീ ഞങ്ങളടുത്ത് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചല്ലോ, താങ്ക്സ്. ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. കുറച്ച് സാധനങ്ങളുടെ തുള്ളികെട്ട് വെക്കാനുണ്ട്. ഇന്നലെ തന്നെ കുറച്ച് സംഭവങ്ങളുടെ തുള്ളി വെച്ചായിരുന്നു. ഇനി കുറച്ചും കൂടെ സാധനങ്ങളുടെ തയ്ക്കാനുണ്ട്. അത് കുഴപ്പമില്ല, അത് ഞങ്ങൾക്കുള്ളതേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ. എന്തായാലും താങ്ക്സ്, നീ ചോദിച്ചല്ലോ. താങ്ക്സ് ഒന്നും വേണ്ട ആൻറ്റി, നിന്നെ താങ്ക്സ്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാലോ എന്ന് വിചാരിച്ചു വന്നതാ. എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ അപ്പുറത്താണ് ഉള്ളത്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഹായ് ബദ്രി, ഞാൻ ദർശന. എന്തായാലും താൻ ഹെൽപ്പ് വെച്ചല്ലേ. എനിക്കിതെല്ലാം ഉണ്ടല്ല, പെട്ടിയെടുത്ത് മുകളിലോട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. അതിൽ നിറച്ചും കുറച്ച് മെറ്റീരിയൽസാ. അപ്പം അതെനിക്ക് പൊന്തത്തില്ല. പിന്നെ എന്റെ ബ്രദർ ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ ഇത് പൊക്കാൻ എന്നെ ഹെൽപ്പും ചെയ്യത്തില്ല. നീ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ പ്ലീസ്? ഓ പ്ലീസ് ഒന്നും വേണ്ടോ. ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേല്ലേ. അപ്പൊ ഞാൻ ചെയ്തുതരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ദർശ കുട്ടീനെ ബുദ്ധിമുട്ടിക്കണേ. അവൻ ചോദിച്ചെന്ന് വെച്ച് നീ അങ്ങ് പറയുവാണോ? നിനക്ക് സാമാന്യ മര്യാദ ഒന്നുമില്ല. നീ അതങ്ങ് കൊണ്ടുവച്ച് നിനക്കുള്ളതുള്ളൂ. അത് എടുത്തു കൊണ്ടുവെക്കണേ. അയ്യോ, എനിക്ക് അവിടെ കൊണ്ടുവെക്കുന്നുണ്ട് വെച്ച് കുഴപ്പമില്ല, ഞാനതങ്ങ് ചെയ്തോളാം. ഇനി ഇതായിരിക്കും അവക്കട റൂം. ഇനിയിപ്പോ എന്തായാലും ഇതോടെ കൊണ്ടുവച്ചേക്കാം. അല്ലാണ്ടിപ്പോ എന്തൊക്കെയാണ്? അവരെങ്ങാനും കണ്ടേപ്പോ മാറ്റി വെച്ചോളും. ഇവിടെ അല്ലെങ്കിൽ നല്ല റൂം കൊള്ളാം. എന്നേക്കാൾ കൊള്ളാം, എന്റെ റൂമിനേക്കാൾ കൊള്ളാം. നീ ആരാ? നീ എന്താ റൂമില്? പറ, നീ ആരാ? ഹായ്, ഞാൻ ബദ്രി. ഞാൻ അപ്പുറത്തെ വീട്ടിലെത്തി. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പൊ ഞാൻ ഈ പെട്ടി ഇവിടെ കൊണ്ട് വെക്കാൻ വേണ്ടി ദർശ് പറഞ്ഞപ്പോ അത് ചെയ്തതാ. ഇത് അവളുടെ റൂമല്ലേ, അതാ ഞാനത് ഇവിടെ കൊണ്ട് വെച്ചേ. അവള് പറഞ്ഞു ഇത് അവളുടെ റൂമാണെന്ന്. ഇല്ല, ഞാൻ ഗസ് ചെയ്തു ഇതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഈ ഒരു റൂമിലൊക്കെ വന്നേ. ഐ തിങ്ക് ഇത് അവളുടെ റൂമല്ലേ? അല്ല, എന്റെ പേരെന്താ? ഞാൻ ബദ്രി. തന്റെ പേരെന്താ? എന്ത് ചെയ്യുവാ ഇപ്പോ? പഠിക്കണതോ ജോബ് അങ്ങനെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പോ നിലവിൽ ഒന്നും ചെയ്യുന്നില്ല. താൻ ഒന്നോടൊന്ന് പോവുകയാണെങ്കിൽ എനിക്കൊന്ന് ഫ്രഷ് ആവായിരുന്നു. അപ്പോ ഇവിടുന്ന് പോകുന്നുണ്ടോ? സോറി. ഓക്കെ, നമുക്ക് പിന്നെ കാണാം. ബൈ. നീ ബദ്രിനെ കൊണ്ടായിരുന്നു. ഒരു എനിക്കറിയില്ല, ഒരു ചെറുക്കൻ നീ കണ്ടിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഞാൻ ഈ വഴി എങ്ങനെ വന്നു? എന്റെ പെട്ടിയോടെ ഉണ്ടല്ലോ. അപ്പൊ അവനോട് വന്നായിരുന്നു, നീ കണ്ട ചെറുക്കനെ? ഏടെന്ന് എനിക്ക് ഓർമ്മ. ഏതോ ഒരു ചെറുക്കോടെ വന്നായിരുന്നു. എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. എനിക്ക് കുളിക്കണം, ഒന്ന് പോയി തരൂ എന്ന് ഞാൻ ചോദിച്ചു. അവൻ പോവുകയും ചെയ്തു. വേറൊന്നും എനിക്കറിയില്ല. എടപ്പാ, നീ എന്ത് പരിപാടി കാണിച്ച്? അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് അവനങ്ങ് പറഞ്ഞു വിട്ടേക്കുന്നു. ഒരു കോഫി പോലും കുടിക്കുന്നു. ചെറുക്കൻ എന്തോ പരിപാടിയാടാ കാണിച്ച്? ഇങ്ങനെയാണോ വീട്ടിൽ കിടന്നവരുടെ പെരുമാറാൻ?
തൽക്കാലം എനിക്കത് ഇത്തിരി കുറവാണ്. നീ ഇപ്പൊ ഒന്ന് ഉറങ്ങിപ്പോയി തരും, എനിക്കൊന്ന് ഉറങ്ങണം. അതെ, ഞാൻ എന്താ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ എന്നെ തിരക്കിട്ടടിക്കാറില്ലാണ്ട പോടാ. അമ്മ, ഞാനൊന്ന് അമ്പലത്തിലോട്ട് പോവാ. എനിക്ക് ഒന്ന് അമ്പലത്തിൽ പോവാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് അമ്പലത്തിലോട്ട് പോവാ. എന്നോട് ആയ വരുന്നുണ്ടോ? ഇല്ലടാ, ഇനിയോട് കൊറേ പരിപാടികളിൽ ഒതുക്കാനും പിടിക്കാനൊക്കെ ആയിട്ടു. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീ പൊക്കോ. വേണമെങ്കിൽ ദർശനം വിളിക്കും, ദർശനായിട്ട് പൊക്കോ. അച്ചോട്ടാ, നീയുമില്ലേ? നീ വരുന്നില്ലേ അമ്പലത്തിലോട്ട്? ഞാനില്ല, നീ പോയിക്കോ. എനിക്ക് ഉറക്കൊന്നും സെറ്റ് ആയിട്ടില്ല. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഉറങ്ങി എണീക്കട്ടെ. നീ ഒറ്റക്ക് വെക്കോ, വേണമെങ്കിൽ ദർശനം വിളിച്ചു. ദർശനം പറയാൻ വന്നേനെ. ഞാൻ വിളിച്ച അവൾ ഉറപ്പായിട്ട് വരത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് പൊക്കണം. അതിന് അവളെ വിളിച്ച് നടക്കുന്നതിനും പേര് ഞാൻ ഒറ്റയ്ക്ക് പോന്നെയാ. എന്താ ഇവിടെ അമ്പലത്തിലൊക്കെ ഞാൻ വരുമോ? അതെന്താ, എനിക്ക് അമ്പലത്തിലൊന്നും വന്നൂടെ? എന്താ എനിക്ക് അമ്പലത്തിൽ വരാൻ പാടില്ലെന്ന് രജിസ്റ്ററുണ്ടോ? അല്ല, എനിക്ക് എന്റെ പേരെങ്ങനെ അറിയാം? ആക്ച്വലി എനിക്ക് പേരെന്താ കിട്ടുന്ന വെച്ചാ, എനിക്ക് ദർശ പറഞ്ഞതാ. തന്റെ പേര് ദേവെന്നാണ്. അങ്ങനെ അറിയാം, അല്ലാണ്ട് ഞാൻ അറിയാനാ. ഓ, അവള് പറഞ്ഞാണല്ലേ, ആയിക്കോട്ടെ. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞു? ബദ്രിനാഥ്. എന്നെ ബദ്രിന്ന് വിളിച്ചോ? ഓക്കെ. ബദ്രനെയും കൊണ്ട് വരുന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു നടത്തേണ്ടി. എന്നെ കാണാതിരിക്കുന്നു. ഞാൻ ജർമ്മനിയിലോട്ട് പോവാണ്. എന്തായാലും ഇനി 1 month ഇവിടെ കാണത്തില്ല. അപ്പൊ എന്റെ വീട്ടിൽ നല്ല അച്ചടക്കത്തോടു കൂടി ഇവിടെ ഇരിക്കണം. എനിക്കറിയാം നീ പോസ്റ്റ് അടിക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോവാണ്. അതെന്നാ ഇപ്പൊ ഒരു പോക്ക്? നീ പെട്ടെന്ന് എന്നോട് ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഞാൻ പോയി രാവിലെയാണ് അറിയുന്നത്. എന്നെ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് റെഡി ആയിക്കോന്ന്, നൈറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, എന്തെങ്കിലും അർജന്റ് കാര്യം ഉണ്ടാവുമായിരിക്കും. എന്തായാലും 2 weeks കൂടുതലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയേ പറ്റത്തുള്ളൂ. നമ്മളെ റിസൾട്ട് നാളെ വരികയല്ലേ, നീ എന്നെ വിളിച്ച് പറയണം കേട്ടോ. 2 weeks? അതിനും ഓരോരുത്തർ ഞാൻ ബോറടിച്ച് ചത്തും. അതുകൊണ്ട് നീ പെട്ടെന്ന് വരണേ. അതൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ വരാൻ നോക്കാം. ഇതാരാ? അമ്മ ഇന്നലെ പറഞ്ഞില്ലേ അപ്പുറത്ത് പുതിയതായിട്ട് വരുന്നുണ്ടെന്ന് ആൾക്കാര്? അത് ഇവനാ. എന്റെ പേരാണ് ദേവ്. ഹായ് ദേവ്, എന്നെ എടുക്കുവാണോ നീ? കുറച്ച് വർക്കുണ്ട്, അപ്പൊ അത് ചെയ്യുക. നമുക്ക് വിളിച്ചാലോ? വേണ്ട, ഇൻട്രസ്റ്റ് ഇല്ല. എന്ത് സാധനം? ഞാൻ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞു മിസ്റ്റർ ബദ്രിനാഥ്. മിസ്റ്റർ ബദ്രിനാഥ്, എന്താണ് ഒരു മൂകത? എനിക്കൊന്നുമില്ല. ഞാൻ വീട്ടിൽ പോകും. അങ്ങനെ അങ്ങ് പോവല്ലേ ബദ്രി? ഞാൻ കുറച്ചിട്ടില്ലേ, അപ്പൊ എനിക്ക് പോസ്റ്റ് അടിക്കില്ലേ? പോസ്റ്റ് അടിക്കാൻ നീ എന്ത് കമ്പിമാറാടുന്നു? ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ നടന്നുപോയി. ദേവിന് ഭദ്രയോട് ഉണ്ടായിരുന്ന എല്ലാതര പ്രശ്നങ്ങളും അവന്റെ ആ ഒരു സംസാരത്തിലും അവന്റെ പ്രവൃത്തിയിലും ദൈവം നടന്നു. ദൈവം ഭദ്രയും ഒരുപാട് കൂട്ടായി. ഭദ്രയ്ക്ക് ദേവിനോടുള്ള ഫീലിങ്സ് എന്താണെന്ന് ഭദ്രയ്ക്ക് അറിയില്ല. അവനെ അത് ലവാണോ അല്ലെങ്കിൽ അതൊരു തോന്നലാണോ എന്നൊന്നും അവനറിയില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ എവിടെയോ അവനൊരു ഇഷ്ടമുണ്ട്. ഇപ്പൊ അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിലാണ്. അവരുടെ ആ ഒരു സ്നേഹം, അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത് വല്ലാണ്ട് വളർന്നു. അച്ചു, നമ്മുടെ ലക്ഷ്മിക്കുട്ടി വരുന്നുണ്ടെന്ന്. അവള് ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഇവൾക്ക് വഴി അറിയത്തില്ല. നീ ദേവിന്റെ അടുത്ത് പറയും അവള് വരുന്നുള്ള കേസ് അവൾക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ എയർപോർട്ടിൽ പോയിട്ട് വിളിച്ചിട്ടായിട്ട് പറയാൻ അവൻ്റെ അടുത്ത്. ലച്ചു വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞേക്കാം. ദേവിന് ഭയങ്കര സന്തോഷം. ഓ ഗോഡ്, ഓരോ ദിവസം പോകുമ്പോ ദേവിനെനിക്ക് പറ്റില്ല എന്നൊരു എനിക്കറിയില്ല. അവന് പ്രപ്പോസ് ചെയ്തോ
അവൻ ഉറപ്പായിട്ട് റിജക്ട് ചെയ്യും. പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല. അവൻ വേറെ ആളുടെ ആവുന്നത് അവൻ ചിലപ്പോൾ ഗേ അല്ലെങ്കിലോ എനിക്ക് അവനടുത്ത് എന്താ പുല്ലാണ് ഐഡിയ. സരസമയം ബദ്രി എന്നാണോ വിളിച്ചത്? അല്ല അർജന്റ് കാര്യമാണോ? ആന്ന് ഇച്ചിരി സീരിയസ് ആയ കാര്യം പറയാനാ. എനിക്ക് നിങ്ങളുടെ ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം പറഞ്ഞോ. എന്തെങ്കിലും പ്രശ്നമാണോടാ? പ്രശ്നമാണ്. എനിക്ക് ദേവന് ഇഷ്ടമാണ്. എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു. കാരണം എപ്പോ വിളിച്ചാലും നീ അവനെ പറ്റി 4 മണിക്കൂർ ദേവ് 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 അതുകൊണ്ട് എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു നിനക്ക് അവന് ഇഷ്ടമാണോ എന്ന്. എന്നാലും നൻപാ നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടാ. ഇപ്പഴല്ലേ എന്നോട് പറയുന്നേ കൂടെടാ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. അല്ല ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെ പ്രപ്പോസ് ചെയ്തോളെ പോയിട്ടു. പ്രപ്പോസോ നടക്കുന്ന കാര്യം വല്ല പ്രസവമോ? എനിക്കാണെങ്കിൽ അവനിപ്പോ എന്നോട്ടുള്ള ഫീലിങ്സ് അതിരിച്ചില്ലെങ്കിലോ? അയ്യോ എനിക്ക് ഓർക്കുമ്പോഴേ അതിനെ റിജക്ട് ചെയ്താലല്ലേ? അവൻ ഞാൻ റിജക്ട് ചെയ്തില്ലെങ്കിലോ? അന്ന് ഞാൻ നിന്റെ അടുത്തോട്ട് അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ? അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എന്നിട്ട് കിടക്കുന്നതിന് തന്നെ കണ്ടുകൊണ്ടിരിക്കരുത്. അതാ പിന്നെ ഞാൻ വിചാരിച്ച് ആരെയിരിക്കും അന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ അവൻ നിന്റെ അടുത്തുണ്ടാവും. നീ നെഗറ്റീവ് അടിക്കാണ്ട് പോസിറ്റീവ് ചിന്തിച്ച് നമ്മൾ പ്രപ്പോസ് ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ കാസൂസ്റ്റ കസ്തൂരി മാമ്പഴം ആരെങ്കിലും കടിച്ചിട്ടുണ്ടാകുമ്പോ മാനസമായ പാടി ഇരിക്കേണ്ടി വരുന്നു. ആ കരിനാക്കൊട്ടൊന്നും വളയ്ക്കാണ്ടിരിക്കും. ഓക്കെ ഞാൻ പ്രപ്പോസ് ചെയ്യും. അത് എന്നൊന്ന് പറഞ്ഞുതരും. എനിക്ക് പ്രപ്പോസ് ചെയ്യുന്ന പരിചയമില്ലല്ലോ. എനിക്ക് പറഞ്ഞോ ഇടയ്ക്കാണ് നിനക്ക് പ്രപ്പോസ് ചെയ്യാൻ അറിയത്തില്ലടാ. നീ ഒരു കാര്യം ചെയ്യാം. നൈറ്റ് എടുത്തപ്പോ അണിയിട്ട് പുറത്തു പോവാ. പുറത്തു പോയിട്ട് നിങ്ങള് ഇഷ്ടമുള്ള അടുത്ത് പോവാ. നൈസായിട്ട് കാര്യമായിട്ട് പറയാം. പറഞ്ഞപ്പോ എന്താ പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ ശരി, ഞാൻ രാത്രി എല്ലാം കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം. എന്തായാലും നൈറ്റ് ആകുമ്പോഴേ വിളിക്കാം. അതിന് സക്സസ് ആയാലും അല്ലെങ്കിലും വിളിക്കട്ടോ. ഹലോ ആന്റി. അല്ല ദേവ് എന്തി? ആ മുറിയിലുണ്ട് മനസ്സില്. എന്താണ് നിങ്ങൾ ഒരുമാതിരി പീഡിപ്പിക്കാൻ വന്ന പോലെ? അയ്യേ കാശ്മീരൻ കാമപ്രാന്ത് എപ്പോഴാ ഇങ്ങനെ നോക്കണേ? വെറുതെ രസം. അയ്യേ എപ്പോഴാ കാമപ്രാന്ത? ദേവ നാളെ നൈറ്റത്തെ ഫ്ലൈറ്റിന് ലക്ഷ്മി വരുന്നുണ്ട്. നീ അവളെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ ഇരുന്ന് പോണം. അമ്മ പറയാൻ പറഞ്ഞതാ. ഓ എന്റെ കോഴിക്കുഞ്ഞ് വിടുന്നുണ്ടോ? ഞാനാണ് ആരെ വിളിക്കാൻ പോകാനാ? ഞാൻ വിളിക്കാൻ പോകും. നൈറ്റ് എന്തായാലും പോകും.